എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മണിയാണ്. ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മണി. നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപ പോലെ ഒന്നുമല്ല ഇത്. കാരണം ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേക ആളോ ഗവൺമെൻറ്റോ ബാങ്കോ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസാണ് ബിറ്റ് കോയിൻ, എതീറിയം ആൻഡ് എക്സാപി. പിന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇതൊരു ടെക്നോളജി വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടെക്നോളജിയുടെ പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇതൊന്നും ഇല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും റെക്കോർഡ്സ് എല്ലാം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ. പിന്നെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ക്രിപ്റ്റോയിൽ? ഫസ്റ്റ് തന്നെ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ്. നമ്മൾ ഇട്ട പൈസ നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട്, കൂട്ടി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഗുണം. പിന്നെ ഡീസെൻട്രലൈസേഷൻ. ഇതിനകത്തൊരു പ്രത്യേക ആളോ അല്ലെങ്കിൽ ബാങ്കോ ഓർഗനൈസേഷനോ ഒന്നും ഇത് കൺട്രോൾ ചെയ്യാനില്ല. പിന്നെ ഗ്ലോബൽ യൂസേജ്, വേൾഡ് വൈഡ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കറൻസിയാണ് ഇത്. പിന്നെ ഇതിന് കുറച്ച് റിസ്ക്കുകളുണ്ട്. ഇതിൻ്റെ പ്രൈസസ് ഒറ്റയടിക്ക് താഴ്ന്നു പോകാനോ ഇല്ലാണ്ടാവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര റിസ്ക്കി ആയിരുന്നു. പിന്നെ ചില ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ സ്കാമാണ്. സോ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ബാങ്ക് പോലൊന്നുമല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാലറ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം? ആദ്യം ഇതിൻ്റെ സ്മോൾ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്മോൾ എമൗണ്ട് ഇൻ ദ സെൻസ് നമുക്ക് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന അത്രയും എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ലൈക്ക് കോയിൻ ബേസോ ബിനാൻസ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ സെക്യൂറായിട്ട് സൂക്ഷിക്കുക, സെക്യൂറായിട്ടുള്ള വാലറ്റിൽ സൂക്ഷിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് ലേൺ ചെയ്ത് മാറി ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തായാലും അതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഹൈപ്പും ഈ റീൽസിലും ഇൻസ്റ്റാഗ്രാമിൽ റിച്ച് ആവാം, മില്യനേഴ്സ് ആവാം എന്നൊക്കെ പറഞ്ഞുള്ള ഹൈപ്പ് കണ്ടിട്ട് പോയി പൈസ കൊണ്ട് തലയ്ക്കാണ്ടിരിക്കുക.